വൈദികൻ ബലിപീഠത്തിൽ ഇങ്ങനെ ചുംബിക്കും. ഒരു പ്രാവശ്യം ചുംബിച്ചിട്ടാണ് സമാധാനം ആശംസിക്കുക. അപ്പോൾ ഈ ബലിപീഠം കിടക്കുന്ന മദ്ബഹി ഉണ്ടല്ലോ, അത് കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയാണ് സൂചിപ്പിക്കുക. കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിൽ ഈ ബലിപീഠം കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയാണ് സൂചിപ്പിക്കുക. ശൂന്യമായ കല്ലറ യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ഇത് ഉത്തിതനായ ഈശോയുടെ സമാധാനമാണ് കൈമാറുന്നത്. ഇനി ഇത് ആളുകൾ മേടിച്ച് ചില പള്ളികളിൽ കുട്ടികൾ സൈഡ് കോടനെ കൊണ്ടുപോകും. ഇങ്ങനെ സമാധാനം ടക്ക് 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 എന്ന് കൊടുത്ത് പോകണ കണ്ടിട്ടുണ്ട് ഞാൻ. ചിലയിടത്ത് ഇവിടെ നിന്ന് പൊതുവിൽ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. ചില പള്ളികളിൽ നല്ല രസം. ഈ സമയത്ത് ആൾക്കാര പിള്ളേർ നീണ്ട പള്ളിയാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് സ്പീഡിൽ ടക്ക് ടക്ക് കിട്ടിയവർക്ക് കിട്ടി പോയവർക്ക് പോയിന്നുകൊണ്ട് ഇതിനെ പറഞ്ഞിട്ട് പോകും. കൊടുത്ത് പോകും. ചില അമ്മമാരൊക്കെ തന്നെ മുണ്ട് ചോർന്നെടുത്ത് റെഡിയായിട്ട് നിൽക്കും. ഇത് പിടിച്ചെടുത്തിട്ടുള്ള കാര്യമുള്ളൂ. പിടിച്ചെടുക്കും, കൈമാറും. ഇതെന്താ മേടിച്ചതെന്നോ എന്തോ കൊടുക്കണമെന്നോ ആർക്കും ചിന്തയില്ല. ഇതെന്താണെന്ന് ആരും അറിയുന്നില്ല. സമാധാനാശംസയുടെ അർത്ഥം എന്താണെന്നറിയാവോ? മത്തായി 5:23-24 കൃത്യമായിട്ട് കർത്താവ് പറയുന്നില്ലേ, നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ പോലും ബലിവസ്തുക്കൾ അവിടെ വെക്ക്, ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുവാ, എന്നിട്ട് മതിയായിരിക്കും നിന്റെ ബലിയെന്ന്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: എനിക്ക് ലോകത്തിൽ ആരോടും വെറുപ്പും വൈരാഗ്യം ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനമാണത്.